ഇത് അമ്പലപ്പുറം ശ്രീ ഗൗരി ശങ്കര ക്ഷേത്രം. കൊട്ടാരക്കരയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശങ്കരനും ഗൗരിക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഗൗരി ശങ്കര ക്ഷേത്രം. വിഘ്നേശ്വരനും അയ്യപ്പനും നാഗരാജാവും യക്ഷിയമ്മയും ഇവിടെ ഉപദേവതകളായി കുടികൊള്ളുന്നു. അമ്പലപ്പുറം എന്ന ഈ ഒരു നാടിൻ്റെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും ഗൗരീശങ്കരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്ക് ആവോളമുണ്ട്. മഹാദേവ മനോഹര മഹാമന്ത്ര ദീപപ്രഭ മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ. മകരമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തപ്പെടുന്നത്. സകലവിധ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള ഐശ്വര്യ പൂജ എല്ലാ മലയാള മാസവും ആദ്യത്തെയും മൂന്നാമത്തെയും ഞായറാഴ്ചകളിലായി നടത്തപ്പെടുന്നു. ഇതിനായി അനേകം ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയാണ് 2 പ്രദോഷവ്രതവും നടത്തപ്പെടുന്നു എന്നുള്ളത്. പ്രദോഷവ്രതം എടുക്കാനായി കേട്ടറിഞ്ഞ് അനേകം ഭക്തജനങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രദോഷ ദിവസം ദീപാരാധനയ്ക്ക് ശേഷമാണ് പ്രദോഷ വിളക്ക് എടുക്കുന്നത്. പ്രദോഷവ്രതം ഉള്ള ഭക്തർക്ക് നെയ്വിളക്കും പൂക്കളും അടങ്ങിയ താലം കൊടുക്കുകയും ക്ഷേത്രത്തിനുള്ളിൽ 1 വലം വെച്ചതിന് ശേഷം നടപ്പാതയിൽ കൂടി ക്ഷേത്രത്തിനു ചുറ്റും 3 വലം വെക്കുന്നു. ഇങ്ങനെ 3 വലം വെച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും പ്രസാദവും തീർത്ഥവും നൽകുന്നു. അതിനുശേഷം നിവേദ്യച്ചോറ് വാങ്ങി ഭക്തിപൂർവം ആ മാസത്തെ പ്രദോഷവ്രതം അവസാനിപ്പിക്കുന്നു. ഇനിയും ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരികയും പ്രദോഷവ്രതം അനുഷ്ഠിക്കുകയും എല്ലാവരിലും ഭഗവാൻ കരുണ ചൊരിയുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാനായി എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.